താങ്കൾ അത്രമേൽ ചെറുതായി പോയി, താങ്കൾ അത്രമേൽ ചെറിയ ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. എനിക്ക് പി വി അൻവറിനോടൊന്നും പറയാനില്ല. കാരണം പി വി അൻവർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടവും വലവും നടക്കുന്ന ഗൺമാന്മാർ പോലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ, ഇവിടുത്തെ നിയമത്തെ അംഗീകരിച്ചില്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ അംഗീകരിക്കുമെന്നാണ് താങ്കൾ? അങ്ങ് പിണറായിയിലെ വിജയനല്ല, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന ബോധ്യമുണ്ടാകണമായിരുന്നുവെന്ന് താക്കീത് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇന്നത്തെ സഭ ചേരലിൽ ഏറ്റവും ശ്രദ്ധേയമായത്, ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങളടക്കം കവർ ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസംഗമായിരുന്നു. വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം സഭയ്ക്കുള്ളിൽ നടത്തിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അഴിമതികളെ, രണ്ടാം പിണറായി സർക്കാരിന്റെ ധൂർത്തിനെ, കെടുകാര്യസ്ഥതയെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രൂക്ഷമായ പ്രതികരണത്തോടു കൂടിയ പ്രസംഗമായിരുന്നുവെന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത്. അതിന് തൊട്ടുമുമ്പ് പി വി അൻവർ നടത്തിയ ഒരു വലിയ ആരോപണമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായുള്ള ഒരു വലിയ അഴിമതി ആരോപണം. 150 കോടി രൂപയൊക്കെ കേരയിൽ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി, കേരയിൽ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ബാംഗ്ലൂരിലെയും കർണാടകയിലെയും IT കമ്പനികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ആരോപണം പോലെ കൊണ്ടുചെന്ന് അവതരിപ്പിച്ചു പി വി അൻവർ. അതിനെയൊക്കെ നിഷ്പ്രമമായി വെറും കറിവേപ്പില പോലെ കളിയാക്കി പുറത്തേക്ക് എടുത്തെറിയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചു, എഴുതി തന്നിട്ട് ഇവിടെ കേട്ടു. അതായത് കേരയിൽ വന്നിരുന്നെങ്കിൽ, കേരളത്തിലെ കേരയിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ IT രംഗം ഭയങ്കരമായിട്ട് കുതിച്ചു വരുമായിരുന്നു. അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരാളെ പോലും അവർക്ക് ജോലിക്ക് കിട്ടൂലായിരുന്നു. 25 ലക്ഷം പേര് കേരളത്തിൽ തന്നെ ജോലി ചെയ്താൽ. ഇതെല്ലാം മനസ്സിലാക്കിയ IT കമ്പനിക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഇത് അപകടമാണല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2045 50 പറഞ്ഞ് 50 ആകുമ്പോഴേക്കും നമ്മുടെ കമ്പനിയൊക്കെ പൂട്ടിപ്പോവുമല്ലോ. അങ്ങനെ അവർ പ്രതിപക്ഷ നേതാവിനെ പിടിച്ചു. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറിയിൽ ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ, അത് ഏത് വഴിക്കാണ് പോയെന്ന് പറഞ്ഞില്ല. വീണ്ടും തിരിച്ച് ചാവക്കാട് കൊണ്ടുവന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്ന സാധനം വീണ്ടും ഞാൻ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ മാസം 3 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോകുന്നുണ്ട്. സാർ, ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളുടെ ഗതികേട് ഓർത്തിട്ട് കരയണോ? ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ ഇതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങ് ഈ സഭാ നേതാവല്ലേ, CPMന്റെ പാർട്ടിയുടെ ലീഡറല്ലേ, നിങ്ങളിത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെക്കുറിച്ചാണ് എനിക്ക് സങ്കടം. ഐ ഫീൽ സിമ്പതി ടു യു. നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു, മുഖ്യമന്ത്രിയോട്. അങ്ങേ പോലെ ഒരാൾ ഇത് വായിച്ചിട്ട്, അല്ല നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ച് ഇവിടെ ഒരാൾ വന്ന് ഇതുപോലെ തന്ന കീറി കൊട്ടയിലിടും ഞങ്ങൾ. അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യും. നിങ്ങളിത് ഈ നിയമസഭയിലാവുന്നത് നിങ്ങളിങ്ങനെ പരിഹാസപാത്രമാണോ? സാർ, അത് റെക്കോർഡിൽ കിടക്കട്ടെ, റെക്കോർഡിലൊന്നും മാറ്റണ്ട, അത് കിടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എഴുതി തരാത്ത അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചു. KC വേണുഗോപാലിനെ കുറിച്ച് എഴുതി തരാതെ പുറത്തുള്ള ഒരാളാണ്. ഉന്നയിക്കാമോ? അത് നീക്കം ചെയ്യണം, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ അവിടെ കിടക്കട്ടെ. വരാനിരിക്കുന്ന ആളുകൾക്കൊക്കെ, ഇതുപോലെയും ചില ആളുകളൊക്കെ ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറ അറിയട്ടെ. അല്ല ഞാൻ എന്തും മറുപടിയാണ് അതിൻ്റെ അകത്ത് പറയണത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞത് 44 ദിവസമാണ് കേരളത്തിന്റെ മന്ത്രിമാർ തങ്ങളുടെ വിഭാഗത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട് 140 മണ്ഡലങ്ങളിലും സർക്കാർ ചെലവിൽ രാഷ്ട്രീയ പ്രചരണ പരിപാടിക്ക് വേണ്ടി പോയത്. അത്തരത്തിൽ പോയപ്പോൾ സർക്കാർ ജീവനക്കാർ അവരുടെ ജോലിയിൽ പിന്നോട്ട് വന്നു. അവർ ജോലി കൃത്യമായി ചെയ്യാതെയായി. അത് സാമ്പത്തികപരമായും ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലുമൊക്കെ കേരളത്തെ പിന്നോട്ട് വലിച്ചു എന്ന് കൃത്യമായ ഒരു കണക്കുകൂട്ടലോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുൻപോട്ട് പോയത്. പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർത്തത് നവകേരള സദസ്സിന് ആളെ കൂട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നതാണ്. കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ വിളിച്ച്
അവരെ ഭീഷണിപ്പെടുത്തി നവകേരള സദസ്സിന് പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ അത് ബാധിക്കും, നിങ്ങളുടെ ശമ്പളത്തെ അത് ബാധിക്കുമെന്ന തരത്തിലേക്കൊക്കെ താഴെ തട്ടിൽ കിടക്കുന്ന ഏറ്റവും ചെറുകിട ജോലി വരെ ചെയ്യുന്ന കുടുംബശ്രീ തൊട്ട് മുകളിലോട്ടുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ജീവനക്കാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നവകേരള സദസ്സിൽ കൊണ്ടുവന്നത് എന്ന് തുറന്നടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിന് പല ഉദാഹരണങ്ങളും മാധ്യമങ്ങളിലൂടെ നാം കണ്ടതുമാണ്. പലരുടെയും ഫോൺ കോളുകൾ ചോർന്ന മാധ്യമങ്ങൾക്ക് കിട്ടി, അവർ അത് ജനസമക്ഷം അവതരിപ്പിച്ചതുമാണ്. അതെല്ലാം തുറന്നു പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിന്നീട് അദ്ദേഹം പറയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി നടന്ന അക്രമത്തെ പറ്റിയിട്ടായിരുന്നു. കരിങ്കൊടി പ്രതിഷേധം ജനാധിപത്യപരമായ റോഡരികിൽ വെച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്വന്തം അംഗരക്ഷകർ, SFI പ്രവർത്തകർ, DYFI പ്രവർത്തകർ പൂച്ചട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് തലതല്ലി തകർത്തപ്പോൾ അതിനെതിരെ ജനാധിപത്യ ബോധമുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ അത് തെറ്റാണെന്നും അത് ആവർത്തിക്കുവാൻ പാടില്ല എന്ന് താക്കീത് നൽകുമെന്ന് കരുതിയിരുന്ന സമയത്ത് മുഖ്യമന്ത്രി വന്ന് അത് ജീവൻ രക്ഷാ മാർഗത്തിന്റെ ഭാഗമാണ്, അത് തുടർന്ന് ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കൾ ഇരിക്കുന്ന ആ സ്ഥാനത്തെ പറ്റി ചിന്തിക്കണമായിരുന്നു. താങ്കൾ അങ്ങ് പിണറായിയിലെ വിജയനല്ല, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന ബോധ്യമുണ്ടാകണമായിരുന്നു എന്ന് താക്കീത് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒപ്പം അദ്ദേഹം പറയുന്നു, മുഖ്യമന്ത്രി ആ ഒരൊറ്റ പ്രസ്താവനയോടുകൂടി താങ്കൾ അത്രമേൽ ചെറുതായി പോയി, താങ്കൾ അത്രമേൽ ചെറിയ ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്ന് ഒരു പരിഹാസ്യഭാവത്തിലുള്ള താക്കീത് കൂടി നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അവിടെ കൊണ്ടും തീരുന്നില്ല. പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രങ്ങൾ, ഇവിടുത്തെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു കാലത്ത് കരിനിയമം എന്ന് നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഈ കരുതൽ തടങ്കലിനെ എന്നു മുതലാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ, ഇവിടുത്തെ LDF, ഇവിടുത്തെ CPM, CPI അടക്കമുള്ള ഇവിടുത്തെ സർക്കാർ എന്നു മുതലാണ് അതിനെ അംഗീകരിച്ചു തുടങ്ങിയത് എന്ന മറ്റൊരു മറുചോദ്യം കൂടി ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ്. നവകേരള സദസ്സിന് 140 മണ്ഡലങ്ങളിലും പരാതി കൊടുത്ത നിരവധി പേരുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ കോൺട്രാക്ടർമാർ, ഇവിടുത്തെ നിരവധി മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ. പക്ഷേ അവരുടെ എല്ലാവരുടെയും പരാതികൾക്ക് ലഭിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പ്രതികരണങ്ങളാണ്. അതിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് പറയുന്ന രസകരമായ ഒരു അനുഭവം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു വ്യക്തി തന്റെ കെട്ടിടത്തിന് നമ്പർ ഇടുന്ന കാര്യം അറിയിച്ചുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ ചെന്നപ്പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചെന്നപ്പോൾ അത് നടപ്പിലാക്കാതെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അദ്ദേഹം മുഖ്യമന്ത്രിയെ വിശ്വസിച്ചു. 140 മണ്ഡലങ്ങളിലും വലിയ ചെലവോടുകൂടി നടത്തുന്ന നവകേരള സദസ്സിൽ തൻ്റെ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പരാതി സമർപ്പിച്ചു. കിട്ടിയത് സെക്രട്ടറിയുമായി ബന്ധപ്പെടുക എന്ന്. അത്തരത്തിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച രീതിയിൽ സാധാരണക്കാരായ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലേക്കുള്ള മറുപടികളാണ് മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഭരണകൂടവും സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകിയത് എന്ന് ആരോപണം ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഏറ്റവും രൂക്ഷമായി അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൺമാന്മാരെ കുറിച്ചാണ്. മുഖ്യമന്ത്രിയുടെ ഇടതും വലതും നടക്കുന്ന ഗൺമാന്മാർ ജനാധിപത്യപരമായ പ്രതിഷേധം നടത്തിയ ചെറുപ്പക്കാരുടെ തലതല്ലി തകർത്തപ്പോൾ അവരെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ. അവർ നിയമത്തിന്റെ മുൻപിൽ ഹാജരായില്ല. കോടതി പറയുന്നു അവർ ഹാജരാകണമെന്ന് പറയുമ്പോൾ പോലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് അവർ പോലീസിന് മുമ്പിൽ ചോദ്യം ചെയ്യലിന് പോലും ഹാജരാകുന്നില്ല. അവരെ സംരക്ഷിക്കുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടവും വലവും നടക്കുന്ന ഗൺമാന്മാർ പോലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ, ഇവിടുത്തെ നിയമത്തെ അംഗീകരിച്ചില്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ അംഗീകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. പിന്നീട് ഒരു താക്കീത് കൂടി നൽകുകയാണ് അദ്ദേഹം. ഇവിടുത്തെ നിയമത്തിനേക്കാൾ മുകളിലാണ് ഇടതുപക്ഷം എന്നൊരു ധാരണയുണ്ടെങ്കിൽ, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയേക്കാൾ മുകളിലാണ് നിങ്ങളുടെ CPM-ഉം CPI-യും ഉള്ളത് എന്നൊരു ധാരണയുണ്ടെങ്കിൽ ഒന്നോർക്കുക, ഇത് ജനാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്ന സംസ്ഥാനമാണ്, അല്ലാതെ നിങ്ങളുടെ സ്റ്റാലിന്റെ റഷ്യയല്ല എന്ന ഒരു താക്കീത് കൂടി നൽകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിന്നീട് അദ്ദേഹം സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച്, കെടുകാര്യസ്ഥതയെക്കുറിച്ച് എണ്ണി കൃത്യമായി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് കേരം തിങ്ങും കേരള നാടെന്ന് നമ്മൾ പറയുന്ന കേരളത്തിൽ 5000 ടൺ നാളികേരം സംഭരണത്തിനുള്ള അനുമതി ലഭിച്ചിട്ടും തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമായ തമിഴ്നാട് 5000 ടണ്ണും സംഭരിച്ചതിന് ശേഷം വീണ്ടും സംഭരിക്കുവാനുള്ള അനുമതിക്ക് വേണ്ടി തേടുമ്പോൾ നാളികേരം സമൃദ്ധമായി ലഭിക്കുന്ന കേരളത്തിൽ ആകെ സംഭരിച്ചത് 800 ടൺ മാത്രമാണ്. അതിന്റെ കണക്കുകൾ അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. ഏറ്റവും ഒടുവിലാണ് PV അൻവറിനുള്ള ചുട്ട മറുപടി നൽകിയത്. PV അൻവർ ഒരു വലിയ ആരോപണമായി വരുന്നു. ഇവിടുത്തെ കേരയിൽ പദ്ധതി ജനങ്ങൾക്ക് ദോഷകരമായി മാറും എന്ന്
പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളും പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം കർണാടക അടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിലെ IT മേഖലകൾ വളരും എന്ന ഭയം കൊണ്ടാണ്. കേരളയിൽ വന്നാൽ ഇവിടുത്തെ IT മേഖലകൾ അങ്ങ് വളരും. അങ്ങനെ കേരളത്തിലെ IT മേഖലകൾ വളർന്നാൽ കർണാടകയിലെ അടക്കമുള്ള IT മേഖലകൾ തകർന്നു പോകുമെന്ന ഭയത്തിന്റെ പുറത്ത് പ്രതിപക്ഷ നേതാവ് VD സതീഷിനെ കാണുന്നു. 150 കോടി കൈക്കൂലി നൽകുന്നു. അത് KC വേണുഗോപാലിന്റെ ഒത്താശയോടുകൂടി ശീതീകരിച്ച മത്സ്യബന്ധന വാഹനത്തിലും തുടർന്ന് ആംബുലൻസിലും കയറ്റി ബാംഗ്ലൂരിലേക്ക് കടത്തി അദ്ദേഹം മാസാമാസം 3-4 തവണ ബാംഗ്ലൂരിലേക്ക് പോകുന്നു എന്നൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടൊരു ആരോപണം സഭയ്ക്ക് മുൻപിലേക്ക് വെക്കുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് അതിന് മറുപടി നൽകിയത്. ഇതിനെതിരെ എനിക്കൊന്നും പറയാനില്ല. ചിരിക്കണോ കരയണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ ദുരവസ്ഥ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. എനിക്ക് PV അൻവറിനോടൊന്നും പറയാനില്ല. കാരണം PV അൻവർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യൂ എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയോടാണ്. ഇത്തരത്തിൽ ബാലിശമായ ഒരു ആരോപണം കൊണ്ടുവന്നപ്പോൾ അത് സഭയിൽ കൊണ്ടുവരുവാൻ അങ്ങേക്ക് തോന്നിയല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, I feel sympathy. നിങ്ങളോട് എനിക്ക് അത്രമേൽ സഹതാപം തോന്നുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെയും PV അൻവറിനെയും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയുന്നത് പോലെ സഭയിൽ വെച്ച് എയറിലാക്കുകയായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അങ്ങനെ ഈ ഭരണപക്ഷം കാണിക്കുന്ന എല്ലാ അഴിമതികളെയും, എല്ലാ കെടുകാര്യസ്ഥതകളെയും, എല്ലാ അക്രമങ്ങളെയും എണ്ണി പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ ജനാധിപത്യമാണ് എല്ലാത്തിനും മുകളിൽ എന്ന ബോധ്യം ഉണ്ടാകണമെന്ന താക്കീത് കൂടി നൽകിക്കൊണ്ട് അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ഇന്ന് സഭയിൽ കരഘോഷത്തോടുകൂടി അംഗീകരിക്കപ്പെട്ട ഒരു പ്രസംഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സഭയിലെ പ്രസംഗം മാറിയിരിക്കുകയാണ്.